റോബോട്ടിന് ഭയം അനുഭവപ്പെടുമോ എന്ന് കണ്ടെത്താൻ ഒരു മനുഷ്യൻ അവയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഒരു ദിവസം ഒരു റോബോട്ട് സ്വന്തമായി ബോധം വികസിപ്പിച്ചെന്നും അതിനെ നിർമ്മിച്ച ഡോക്ടറെ കൊലപ്പെടുത്തിയെന്നും അയാൾ മനസ്സിലാക്കുന്നു. കൊലയാളി റോബോട്ടിനെ കണ്ടെത്താൻ ദൃഢനിശ്ചയം ചെയ്ത ജാക്ക് എല്ലാ റോബോട്ടുകളെയും ഒരു ഗോഡൌണിൽ പൂട്ടിയിട്ടു. ഒരു റോബോട്ടിനെ വെടിവെക്കാൻ ശ്രമിക്കുമ്പോൾ വിചിത്രമായ ഒരു സംഭവം നടന്നു. അവയിലൊന്ന് അനങ്ങി. പക്ഷേ ജാക്ക് അതിനെ പിടിക്കാൻ പാഞ്ഞെടുത്തപ്പോൾ റോബോട്ട് പെട്ടെന്ന് അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് മടങ്ങി. ഇത് ജാക്കിനെ ആശയക്കുഴപ്പത്തിലാക്കി. ചുറ്റും ഇത്രയധികം റോബോട്ടുകളെ കണ്ടപ്പോൾ ജാക്കിന് അസ്വസ്ഥത തോന്നിത്തുടങ്ങി. ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിച്ചു നിൽക്കുമ്പോൾ കൊലയാളി റോബോട്ട് പെട്ടെന്ന് അവനെ ആക്രമിക്കുകയും മുറിയുടെ മറ്റേ അറ്റത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. താൻ മരിക്കാൻ പോകുകയാണെന്ന് ജാക്ക് വിശ്വസിച്ചു. പക്ഷേ റോബോട്ട് അവനെ കൊന്നില്ല. പകരം അത് രക്ഷപ്പെടാൻ ചാടി. എന്നിരുന്നാലും അതിന് അധികം ദൂരം പോകാൻ കഴിയുന്നതിനു മുമ്പ് പോലീസ് റോബോട്ടിനെ വളഞ്ഞു. ഒരു മതിൽ കയറി രക്ഷപ്പെടാൻ അത് ശ്രമിച്ചെങ്കിലും ഒടുവിൽ പിടിക്കപ്പെട്ടു. പോലീസ് റോബോട്ടിനെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യാൻ ജാക്കിനെ അയക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലിനിടെ റോബോട്ട് മനുഷ്യസഹജമായ വികാരങ്ങൾ കാണിക്കുന്നത് കണ്ട് ജാക്ക് ഞെട്ടിപ്പോയി. താൻ ആരെയും കൊന്നിട്ടില്ലെന്ന് റോബോട്ട് തീർത്തും നിഷേധിച്ചു.